നമസ്കാരം. അധോലോക ഗുണ്ടാ തലവനായ ദാവൂദ് ഇബ്രാഹിമിന്റെ മഹാരാഷ്ട്രയിലുള്ള സ്വത്തുക്കൾ ഇന്ന് ലേലത്തിൽ വിൽക്കാനൊരുങ്ങവേ ആരായിരിക്കും ഈ സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്നുള്ള ചർച്ചകൾ കൂടി ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതിന് ഒരു ഉത്തരമായിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഭിഭാഷകനും ശിവസേനയുടെ നേതാവുമായ അജയ് ശ്രീവാസ്തവ ലേലത്തിനെത്തും എന്ന് തന്നെയാണ്. ദാവൂദിന്റെ വീട് ലേലത്തിൽ വിളിക്കാനായാണ് അദ്ദേഹം വരുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടിയുണ്ട്. ഇതിനു മുൻപും ഒരു ഭീകരവാദിയുടെ ബാല്യകാല വസതി ഉൾപ്പെടെ 3 വസ്തുക്കൾ ലേലത്തിൽ വിളിച്ച് സ്വന്തമാക്കിയ ഒരു നേതാവാണ് ഈ അജയ് ശ്രീവാസ്തവ. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് നേർക്ക് നിരവധി തീവ്രവാദ ഭീഷണികൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. എന്നാൽ ദാവൂദിന്റെ സ്വത്തുക്കളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്നും അറിയുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ 19 ലക്ഷം രൂപയുടെ കരുതൽ വിലക്കാണ് നിലവിൽ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ മുംബാക്കിലാണ് 4 കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ളത്. ദാവൂദ് ബാല്യത്തിൽ താമസിച്ചിരുന്ന മുംബാക്കിലെ വീടാണ് ലേലത്തിൽ വെക്കുന്ന മറ്റൊരു പൂർവിക സ്വത്ത്. മുംബൈയിൽ വെച്ചാണ് ഈ ലേലം നടക്കുന്നത്. എന്തായാലും 2000-ലാണ് ആദ്യമായി ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ ലേലത്തിൽ വെച്ചത്. എന്നാൽ തീവ്രവാദ ഭീഷണി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് തന്നെ ആരും ലേലത്തിന് എത്തിയിരുന്നില്ല. 2017-ൽ സൗത്ത് ദില്ലിയിലെ ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ഉൾപ്പെടെയുള്ള 3 സ്വത്ത് വകകൾ കൂടി ലേലത്തിന് വെച്ചിരുന്നു. പിന്നീട് 2020-ലും ദാവൂദിന്റെ ബാല്യകാലത്തിൽ താമസിച്ചിരുന്ന വീട് ഉൾപ്പെടെയുള്ള 6 സ്വത്ത് വകകൾ ലേലത്തിന് വെച്ചിരുന്നു. എന്നാൽ പലപ്പോഴും ഈ ഭീകരവാദികളുടെ സ്വത്തുക്കൾ ലേലത്തിന് വെക്കുമ്പോൾ ആരും തന്നെ ആ ഒരു ഓപ്ഷൻ ലേലത്തിൽ പങ്കെടുക്കാൻ സാധാരണ എത്താറില്ല. ഈ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിനിടയിലാണ് ശിവസേനയുടെ നേതാവ് ധൈര്യപൂർവ്വം രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.